നമ്മുടെ മമ്മൂട്ടിയുടെ ഭയങ്കര സൂപ്പർ ഹിറ്റായ ഒരു പടമാണ് പ്രാഞ്ചേട്ടൻ ആൻഡ് ദ സെയിൻറ്റ്. അപ്പോൾ പ്രാഞ്ചേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് ഇറങ്ങിയ സമയത്ത് ഈ സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അന്ന് ഈ സെൽഫ് ബ്രാൻഡിങ് പ്രാക്ടീസ് ചെയ്തിരുന്നത് നമ്മുടെ അറ്റ്ലസ് രാമേന്ദ്രനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പരസ്യം എന്ന് പറയുന്നത് ഒരു സെൽഫ് ബ്രാൻഡിങ്ങിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു. അപ്പോൾ ഈ പ്രാഞ്ചേട്ടൻ ഇറങ്ങിയ സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര കോമഡിയായിരുന്നു ഈ സെൽഫ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പ്രാഞ്ചേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന് പറയുന്ന സിനിമയിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ സെൽഫ് ബ്രാൻഡിങ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് ആ സിനിമ കണ്ടപ്പോഴത്തേക്കുമാണ് ആലോചിച്ചത്, കൊള്ളാമല്ലോ ഇത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ സെൽഫ് ബ്രാൻഡിങ് കൊണ്ട് എടുക്കുന്ന ക്ലാസ്സുകളുണ്ടല്ലോ, ആ ക്ലാസ്സുകളിലുള്ള പല കാര്യങ്ങളും ആ സിനിമയ്ക്കകത്ത് ഓൾറെഡി ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് പ്രാഞ്ചേട്ടൻ അല്ലെങ്കിൽ അരിപ്രാഞ്ചി എന്ന് പറയുന്ന ആ ക്യാരക്ടർ പുള്ളി ഭയങ്കര റിയലായിരുന്നു. പുള്ളി തൃശ്ശൂർ ഭാഷയിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ അന്നത്തെ കാലത്തെ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആളൊരു ഭയങ്കര റിയൽ മനുഷ്യനായിരുന്നു. ഒരു കള്ളത്തരമൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ സ്വന്തം ബ്രാൻഡിൻ്റെ ഫേസ് ഞാൻ തന്നെ മതി എന്ന് തീരുമാനിച്ച ആ ഒരു ചങ്കൂറ്റം ഉണ്ടല്ലോ, അതൊരു അസാധ്യ ചങ്കൂറ്റമാണ്. ഇന്നത്തെ കാലത്ത് പോലും ആൾക്കാർ പല ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും അവർ മോഡൽസിനെ വെച്ചിട്ടൊക്കെയാണ് അവരുടെ ബ്രാൻഡിങ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ സ്വന്തം ഫേസ് വെച്ചിട്ട് ബ്രാൻഡ് ചെയ്യാനുള്ള ആ ഒരു അസാധ്യ ധൈര്യം, ആ ധൈര്യം കാണിച്ചൊരു ക്യാരക്ടറാണ് പ്രാഞ്ചേട്ടൻ എന്ന് പറയുന്നത്. പിന്നെ പുള്ളി